മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന കേൾക്കുവാൻ എത്ര കൊതിയോടെയാണ് കാത്തിരിക്കുന്നത്. മേശയ്ക്ക് ചുറ്റും, പ്രാർത്ഥനാ മുറിയിലും, വാഹനത്തിലും, വിദേശത്തും സ്വദേശത്തുമൊക്കെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ സ്വർഗത്തിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഈ സന്തോഷമാണ് ഇന്ന് വചനത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാതാവിന് ഏറ്റവും പ്രിയപ്പെട്ട 7ാമത്തെ ആത്മീയ സുഹൃത പൂവാണ് സന്തോഷം. സന്തോഷം. വിശുദ്ധന്മാർക്ക് ആർക്കും ദുഃഖങ്ങളില്ല. എന്താ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വലിയ സന്തോഷം ലഭിക്കാൻ വേണ്ടി എൻ്റെ ചെറിയ സന്തോഷങ്ങളെ മാറ്റിവെച്ച് സഹായിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവമാണ് സന്തോഷം. അങ്ങനെ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? ഒരു രക്ഷകന് നൽകിക്കൊണ്ട് പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, ബന്ധനത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അങ്ങനൊരു സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? വചനം കേൾക്കുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ ഒരു സന്തോഷം, അങ്ങനൊരു സന്തോഷം നിനക്കുണ്ടായിട്ടുണ്ടോ? രോഗശയ്യയിൽ കിടക്കുമ്പോഴും ചെറുതും വലുതുമായിരിക്കുന്ന വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോഴും സഹനങ്ങളുടെ നടുവിൽ ദൈവത്തെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മക്കളെ, പ്രകൃതി മാറി മറയുമ്പോഴും സ്നേഹിക്കലും വെറുക്കലും ഉണ്ടാകുമ്പോഴും നഷ്ടവും നേട്ടവും ഉണ്ടാകുമ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുമ്പോഴും സന്തോഷിക്കുക. അത് മാതാവ് തരുന്ന സന്ദേശമാണിത്. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുന്നതല്ല, മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ കുറയ്ക്കാൻ വേണ്ടി എൻ്റെ സന്തോഷങ്ങളെ മാറ്റിവെച്ച് സന്തോഷത്തിൻ്റെ പൂക്കളുമായി അപ്രകാരമുള്ള ഭവനത്തിൽ യാത്രയാകാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് മാതാവ് പറയുകയാണ്, നിന്റെ കണ്ണീർ തുടയ്ക്കാൻ ഞാൻ നിന്റെ അടുത്തുണ്ട്, നിന്റെ ബലഹീനത മാറ്റാൻ ഞാൻ നിന്റെ അടുത്തുണ്ട്, നിന്റെ ജീവിതത്തിൽ ഉന്നതിയും ഉത്കർഷം നൽകുവാൻ ഞാനുണ്ട്. നീ കരയേണ്ട, സന്തോഷമുള്ളവളായി തീരുക. എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് അടുത്ത് ജീവിക്കുക. വചനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, വചനം കൊണ്ട് പൂത്തുവിരിയട്ടെ. അനേക മക്കൾക്ക് സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിച്ച് സുഹൃത പുഷ്പങ്ങൾ വിടർത്താൻ ഇതാ മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ മാതാവ് പുഞ്ചിരിയുമായി നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ നിന്നെ നോക്കി നിൽക്കുന്നു. നോക്കിയേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്യുന്ന സർവ്വമക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.